തിരുവനന്തപുരത്ത് ശരിക്കും സാമ്പാർ സബ്ജിയാണ്. സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ അകത്ത് ഒരുപാട് കഷ്ണങ്ങൾ കൂട്ടിയിട്ടിട്ട് എല്ലാം വെട്ടിക്കൂട്ടിയിടുന്നു പറയാം. അതൊരു സബ്ജി പോലെയാണ് വരിക. അത് ശരി. സാമ്പാർ കേരളീയ വിഭവമല്ലല്ലോ, അത് ശരിക്കും തമിഴ്നാടിൻ്റെ സാധനമാണല്ലോ. കേരളത്തിൽ ഒരു അല്ലെങ്കിൽ തന്നെ ഒരു കോമ്പോസിറ്റ് കുലിനറി കൾച്ചറാണ്. പുട്ട് തന്നെ പോർച്ചുഗീസ്, അപ്പം പുട്ട് പോർച്ചുഗീസാണ്. അത് അവർ കോഴിക്കോട് വാസ്കോഡ് ഗാമയെ കാണാൻ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് പോണ വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. അത് മുളക് കുറ്റിയിൽ വേവിച്ച് ഈ അരി അതിൻ്റെ അകത്ത്, അങ്ങനെയാണ് അതിൻ്റെ പുട്ടെന്നുള്ള പേര് തന്നെ വന്നത്. അരിപ്പൊടി പുട്ടി ചെയ്തിട്ടാണ് അങ്ങനെയാണ് ശരിക്കും ഈ പുട്ടെന്നുള്ള സംഭവം വന്നത്. അങ്ങനെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒറിജിനൽ ഫുഡ് അങ്ങനെ ഫുഡ് ഹാബിറ്റ് പറയാൻ പറ്റില്ല. കേരളത്തിൻ്റെ നമ്മൾ പറയുമ്പോൾ അത് കേരളപ്പിറവിക്ക് മുമ്പുള്ള കേരളത്തിനെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതുണ്ടാവും. കോഴിക്കോട് മുതൽ വടക്കോട്ടുള്ള കേരളത്തിലെ ആൾക്കാർക്ക് അവർക്ക് നോൺ വെജ് ഇല്ലാത്തൊരു വിഭവത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് അന്നത്തെ അവരുടെ കാലഘട്ടം പണ്ട് മുതൽ ശീലിച്ച രീതികൾ. അതുകൊണ്ടാണല്ലോ അവിടെ ഓണക്കാലത്ത് നോൺ നിർബന്ധമാക്കിയിരിക്കുന്നത്. നോണില്ലാണ്ട് പറ്റില്ല. എസ്പെഷ്യലി മീനാണ് പ്രധാനമായിട്ടും കൂട്ടിക്കോളും. അപ്പോൾ മധ്യകാലത്തിലേക്ക് അല്ല, തൃശ്ശൂരിന് ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുത്തെ ഫുഡും ഈ മധ്യകേരളത്തിലെ ഫുഡും തെക്കൻ കേരളത്തിലെ ഫുഡായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് മൂന്ന് കാറ്റഗറി ആയിട്ട് തന്നെ പറയേണ്ടി വരും.